കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്താവും? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പോസ് ആവുകയും നമ്മുടെ സ്ക്രീൻ ലോക്ക് ആവുകയും ചെയ്യും. പിന്നെ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോണിൻ്റെ ലോക്ക് മാറ്റണം. ഇൻ കേസ് നമുക്ക് കാണണമെന്നില്ല, അത് കേട്ടാൽ മതി. ഇപ്പം നമ്മൾ ദൂരയാത്രയൊക്കെ പോണ സമയത്ത് ഇങ്ങനെ വീഡിയോസ് യൂട്യൂബിലാണ് വീഡിയോസ് എങ്കിൽ വീഡിയോസ് കാണേണ്ടി വരും, പാട്ട് കേൾക്കണമെങ്കിൽ അല്ലേ. അപ്പോൾ വീഡിയോ വേണ്ട, പാട്ട് മാത്രം കേട്ടാൽ മതി, അല്ലെങ്കിൽ അതിനകത്തുള്ള ഓഡിയോ കണ്ടന്റ് മാത്രം കേട്ടാൽ മതി എങ്കിൽ നമുക്ക് കുറേ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വീഡിയോ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് ആക്കി വെച്ചുകൊണ്ട് ഓഡിയോ മാത്രം കേൾക്കാനും ബാറ്ററി സേവ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏതാണ് ആപ്പ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്പിന്റെ പേര് ബ്ലാക്കർ അമോൾ സ്ക്രീൻ ഓഫ് എന്നാണ്. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്ലാക്കർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. നമ്മളത് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്ക്രീനാണ് വരിക. അതിൽ ഏറ്റവും മേലത്തെ ഭാഗത്ത് ഇനേബിൾ ആപ്ലിക്കേഷൻ സർവീസ് ഡിസേബിൾഡ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. അത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലോട്ടിംഗ് ഐക്കൺ, ആക്റ്റീവ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ഫ്ലോട്ടിംഗ് ഐക്കണിന്റെ താഴെ ഷോ ഐക്കൺ ടു ഇൻസ്റ്റന്റ്ലി യൂസ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കസ്റ്റമൈസ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ക്രീൻ ലോക്ക് അല്ലെങ്കിൽ ഓഫ് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് വേണ്ട ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഇനി നമുക്ക് ഈ ആപ്പ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് റൗണ്ടിൽ ഒരു സർക്കിൾ പോലെ ഒരു പുതിയൊരു ഐക്കൺ വന്നിട്ടുണ്ട്. അതാണ് അമോൾഡ് സ്ക്രീൻ ഓഫ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പിന്റെ സൈൻ. ഇനി എങ്ങനെയാണ് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ യൂസേജ് എന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഗാലറിയിലെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് യൂട്യൂബിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇപ്പം ഞങ്ങൾ ഗാലറിയിലെ വീഡിയോ ആണ് പ്ലേ ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ മേലെ ഭാഗത്ത് ആ ഒരു സർക്കിൾ സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സർക്കിൾ സൈൻ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കാണാം സ്ക്രീൻ ഓഫ് ആയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വോയിസ് ഓവർ അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ കേൾക്കാൻ വേണ്ടി സാധിക്കും. സ്ക്രീൻ ഓഫ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ പ്രസ് ചെയ്താൽ മാത്രം മതി. സ്ക്രീനിൽ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പം ഇത് മാറിയും, അതുപോലെ സർക്കിളുള്ളത് ടച്ച് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ആവുകയും ചെയ്യും. പക്ഷേ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഓഡിയോ മാത്രമായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ഒരു ആപ്പിന്റെ യൂസേജ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി സേവിങ് തന്നെയാണ്. നിങ്ങൾ യാത്രയിലായിരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും മ്യൂസിക്സ് കേൾക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്പിന്റെ സഹായത്തോടെ വീഡിയോ ഓഫ് ചെയ്തിട്ട് പാട്ട് മാത്രം കേട്ട് യാത്ര ചെയ്യാം. അപ്പം കുറേ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സ്ക്രീൻ ലോക്കിൽ നിങ്ങൾക്ക് ഡേറ്റ്, ടൈം, ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ കാണാനും സാധിക്കുന്നുണ്ട്. കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഡിസൈൻസും സെറ്റ് ചെയ്യാം. ഈ ആപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു പെർമിഷനും ആവശ്യമില്ല. അതേപോലെ തന്നെ ആഡുകളൊന്നും വരുന്നുമില്ല എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് വീഡിയോയിൽ എങ്ങനെയാണ് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നതെന്നാണ് കാണിച്ചത്. സെറ്റിങ്സിൽ മറ്റ് കുറച്ച് ഓപ്ഷൻസും കൂടി ഉണ്ട്. അതിൽ ആക്റ്റീവ് മോഡ് എന്നുള്ള ഭാഗത്ത് താഴെ ടൈം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ടൈം എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻ ഓഫ് ആവുന്ന സമയത്ത് ക്ലോക്കായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് സ്റ്റൈൽസും കളറും സൈസും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ സെറ്റിങ്സ് നിങ്ങൾക്ക് ഈ ആപ്പ് ഇഷ്ടമായെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് നോക്കുക. ശരിക്കും കുറച്ച് മാത്രം മെമ്മറി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് മാത്രം സ്റ്റോറേജ് സ്പേസ് ആവശ്യമുള്ള ഒരു ആപ്പാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. പ്ലേ സ്റ്റോറിൽ 4.4 റേറ്റിംഗ് ഉള്ള ഒരു ആപ്പാണിത്. അത് മാത്രമല്ല ഇതിനകത്ത് ആഡിൻ്റെ പ്രശ്നമില്ല. കുറച്ച് സൈസ് മാത്രം മതി. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്ക്രീൻ നമുക്ക് വേണമെങ്കിൽ ഓഫ് സ്ക്രീൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ ഡേറ്റും ടൈമും ഒക്കെ കാണുന്നുമുണ്ട്. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണ്, ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം. ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണുന്നത് വരെ